അഞ്ചാതിയുടെ സമയത്തെല്ലാം എനിക്ക് ഒന്നും അറിയില്ല. സിനിമയിൽ വന്നൊരു സമയമായിരുന്നു. ഐ ജസ്റ്റ് കംപ്ലീറ്റ്ലി സബ്മിറ്റ്. മിഷ്കിന് എന്നെ തന്നെ കൊടുക്കുമായിരുന്നു എന്ത് വേണമെങ്കിലും. പക്ഷേ പുള്ളിക്കാരനെ പ്രോപ്പറായിട്ട് മോൾഡ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് സീക്വൻസുകൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തു അത്രമാത്രം. പിന്നീടാണ് എങ്ങനെയാണ് കൂടുതലും കുറച്ചും കൂടി സട്ടിലായിട്ട് അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത്. ഓരോ സിനിമയും ഓരോ അനുഭവങ്ങളാണ്. കോ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ലഭിക്കാൻ കാരണം എൻ്റെ തമിഴിലെ 2 സിനിമകളാണ്. കോല വസന്തബാലൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് 2 മുഖങ്ങളാണുള്ളത്. ഒന്നൊരു പാവം പയ്യൻ, അവൻ്റെ ചിരിയിൽ ആൾക്കാർ വിശ്വസിക്കണം അവനൊരു നല്ല പയ്യനാണെന്നുള്ള കാര്യം. പിന്നീട് അവൻ വില്ലനായാൽ എല്ലാവരും ഒരു ടെററായിരിക്കണം. ഇവൻ്റെ അടുത്ത് അടുക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു ഫീല് വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരിക്കണം ആ ഒരു ക്യാരക്ടർ. അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ ഒരു പയ്യൻ തമിഴ്നാട്ടിൻ്റെ മുഴുവൻ ചീഫ് മിനിസ്റ്റർ ആവാന്ന് പറയുന്നത് വിശ്വസിപ്പിക്കുക വളരെ കഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് മുഴുവൻ. തീർച്ചയായിട്ടും ഒരു ഡയറക്ടറിൻ്റെ കഴിവാണ് കോ എന്ന് പറയുന്ന സിനിമ. ഒരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നല്ല സിനിമകൾ ചൂസ് ചെയ്യുന്ന പ്രേക്ഷകരാണ് നമുക്ക് വേണ്ടത്. ഒരു ആർട്ടിസ്റ്റിന് ഒരു നല്ല സിനിമകളുടെ ഭാഗമാകുമ്പോഴാണ് ആർട്ടിസ്റ്റുകൾക്ക് അവർക്കൊരു ലിഫ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ എന്നെ ആൾക്കാർ അറിയുന്നത് അഞ്ചാതെ, കോ, മാടമ്പി തുടങ്ങിയ ചിത്രങ്ങളാണ്. ആ സിനിമകളെല്ലാം ഹിറ്റായതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല സിനിമകളാണ് അവർ സ്വീകരിച്ചത്. അത് മാത്രമല്ല ഇപ്പോൾ കംപ്ലീറ്റ് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും ശരി, തമിഴിലാണെങ്കിലും ശരി, തെലുങ്കിലാണെങ്കിലും ശരി, അവരൊരു പഴയ ജോണർ ആർക്കും തന്നെ വേണ്ട. നല്ല തിരക്കഥയുണ്ട്, അവർക്ക് ശരിക്കും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള സിനിമകൾ മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ. ഈവൻ സൂപ്പർ സ്റ്റാർസിൻ്റെ ഫിലിമാണെങ്കിൽ പോലും അത്ര നല്ലതല്ല എന്നെങ്കിൽ തിയേറ്ററിൽ ആളുകളില്ല. സോ എല്ലാവരും നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു. അത് തന്നെ നല്ലൊരു സൈനാണ്. സോ ഇപ്പം ഞങ്ങൾക്ക് ആക്ടേഴ്സിനാണെങ്കിലും ശരി എന്തെങ്കിലും ഒരു സിനിമ ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവരെ കണ്ണിൽ പൊഴിയിടാൻ നോക്കിയാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള സിനിമകൾ സെലക്ട് ചെയ്ത് ചെയ്യുക. അതിന് പ്രോപ്പറായിട്ടുള്ള റൈറ്റേഴ്സ് വരണം, പ്രോപ്പറായിട്ടുള്ള സംവിധായകർ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ കാശും നോക്കും. എനിക്ക് അത്യാവശ്യം കാശും വേണമെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. കാര്യം ഒരു ആക്ടറിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആ രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആണ് ശരിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ, അതായത് ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രമേ ഒരു ആക്ടറിൻ്റെ ഒരു കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. ഒരിക്കലുമില്ല. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് എനിക്ക് കോൾസ് വരാറുണ്ട്. ഒരുപാട് സിനിമകളിൽ എനിക്ക് മിസ്സായിപ്പോയി ഒരുപാട് നല്ല സിനിമകളുണ്ട് മലയാളത്തിൽ. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ എയിംസ് വേറെയായിരുന്നു, ഡിഫറെൻറ്റ് എയിംസ് ആയിരുന്നു. ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് പോയ ആ ഒരു ഡേറ്റിലേക്ക് എനിക്ക് സാധാരണ ആർട്ടിസ്റ്റുകളാണ് ചെയ്യാറുണ്ട്, ഒരു ഡേറ്റിൽ തന്നെ 3 സിനിമകൾ കൊടുക്കുക. പക്ഷേ എനിക്കതിന് ഒരിക്കലും കഴിയില്ല. ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ സിനിമകൾക്കുള്ള ഡേറ്റ് പൂർണ്ണമായും കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. കാര്യം ആ ഒരു സംവിധായകൻ, ആ ഒരു പ്രൊഡ്യൂസർ നമ്മളെ കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ ആ ഒരു സമയം ആ ഒരു ഡേറ്റ് പ്രോപ്പറായിട്ടുള്ള അവർ ഉപയോഗിക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആ ഒരു ഡേറ്റ് ഒരു സമയം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിലേക്ക് ഞാൻ വേറെ സിനിമ എടുക്കാറില്ല. ആ ഒരു സിനിമ തീർത്തതിന് ശേഷം മാത്രമേ ഞാൻ നെക്സ്റ്റ് സിനിമകളിലേക്ക് പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ അടുത്ത് എനിക്ക് 2-3 സിനിമകൾ അടുപ്പിച്ച് സൈൻ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ പുതിയൊരു സിനിമ ഞാൻ തമിഴിൽ സൈൻ ചെയ്തിരിക്കുന്നത് പോർസെയ്യ പഴക എന്നൊരു സിനിമയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമ ഉല എന്നൊരു സിനിമയാണ്. അതേസമയം തനു മുന്നേ വെള്ളിപ്പോയിന്റ് ചെയ്ത് വംശി സാറിൻ്റെ പടം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അതിൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അറ്റ് ദി സെയിം ടൈം പുതിയൊരു സിനിമ പ്രബന്ധനം എന്നൊരു സിനിമ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 14-ാം തീയതി മുതൽ അതിൻ്റെ സിനിമ തുടങ്ങിയാണ്. എൻ്റെ ഇടയ്ക്ക് ബാംഗ്ലൂരിൻ്റെ സിനിമ കഴിഞ്ഞു. സോ ഐ എം ഷട്ടിലിംഗ് ഇൻ ബിറ്റ്വീൻ ആന്ധ്ര, ചെന്നൈ, മലയാളം. അതേസമയം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഓരോ ഭാഷകൾ സംസാരിക്കണം. ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് ആൾക്കാരുണ്ട്, തെലുങ്കിൽ പോയാലും ആൾക്കാരുണ്ട്, തമിഴ്നാട്ടിൽ പോയാലും ആൾക്കാരുണ്ട്, മലയാളികൾക്കും പരിചയമുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നൊരു സിനിമ ചെയ്യുക, അത് ഹിറ്റാവുക, ഇവിടെ ഒരു അപ്രിസിയേഷൻ കിട്ടുക, ആ ഒരു സുഖം വേറെ എവിടെയും കിട്ടില്ല. ടു ബി ഫ്രാങ്ക്, എനിക്കൊരു കൂട്ടക്കളി എനിക്കൊരിക്കലും ഇഷ്ടമല്ല. ഞാൻ സെൽഫിഷാണ്. ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ നായകനായിരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഇമ്പോർട്ടൻസ് വേണം, അല്ലെങ്കിൽ എനിക്ക് സിനിമ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എൻ്റേത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 4 പേരിൽ ഒരാളെ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ആ ക്യാരക്ടർ അത്രമാത്രം പവർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ സിനിമയിൽ അത്രമാത്രം വാല്യൂ ഉണ്ടായിരിക്കണം. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഒരുപാടുണ്ട്. മലയാളത്തിൽ ഞാൻ ഒരുപാട് പ്രോമിസസ് ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ സിനിമയാണ് ലക്കി ജോക്കർ. പക്ഷേ ആ സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കഥയൊന്നുമല്ല, അവർ വേറെ എന്തൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിൽ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവാനേക്കാൾ നല്ലത് ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ആ സിനിമയിൽ ഞാൻ മെയിൻ ലീഡ് ആയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ നെടും തൂണ് ഞാനായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഏത് ഭാഷകളിലും ഞാൻ സിനിമ ചെയ്യും. അതുപോലെ തന്നെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അവൻ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അവൻ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ചെയ്യണം. പണ്ട് കമൽഹാസൻ സാറൊക്കെ അത് ചെയ്തിരുന്നു. അദ്ദേഹം തമിഴിൽ അഭിനയിക്കുമ്പോൾ കന്നഡത്തിൽ അഭിനയിക്കും, തെലുങ്കിൽ അഭിനയിക്കും, ഹിന്ദിയിൽ അഭിനയിക്കും. ഓപ്പർച്യൂണിറ്റീസ് അത് പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്നില്ല, അത് എല്ലാ ആർട്ടിസ്റ്റിനും കിട്ടണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു മുഖം കണ്ട് പല ക്യാമറാമാനും പറഞ്ഞിട്ടുള്ളത് നീ ഇന്നൊരു സ്റ്റേറ്റിൻ്റേതാണെന്ന് ആർക്കും തോന്നുകയില്ല. ഇഫ് യു ഡു വിത്ത് മലയാളം ഫിലിം യു ഫീൽ ലൈക്ക് എ മലയാളം ആക്ടർ. നീ ഒരു തമിഴ് സിനിമ ചെയ്യണമെങ്കിൽ ഒരു തമിഴിനായിട്ട് തന്നെ ആൾക്കാർക്ക് തോന്നും. അതേസമയത്ത് ഒരു തെലുങ്ക് ചെയ്യുമ്പോഴും പക്ഷെ പലപ്പോഴും പല മലയാളികളും എൻ്റെ അടുത്ത് വന്നിട്ട് ഹിന്ദിയിലും തമിഴിലും ഒക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അന്യഭാഷക്കാരനാണ് വിചാരിച്ചിട്ട് അത് ചെറിയൊരു സങ്കടം തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് സിനിമകൾ കണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ രജനീകാന്ത്, നമ്മുടെ ഇപ്പോൾ ഏതൊരു ആക്ടർ, ഒരു പവർഫുൾ ആക്ടർ എന്ന് നോക്കണമെങ്കിൽ ഒരു വില്ലനിസം ഉണ്ടാവും. നമ്മുടെ സുരേഷ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ സുരേഷ് ഗോപി എത്രയോ സിനിമകൾ വില്ലനായിട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു പവർഫുൾ ആയിട്ടുള്ള പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ സത്യരാജ് ഒരു സമയത്ത് വില്ലൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. രജനീകാന്ത്, ചിരഞ്ജീവി, ഈ പറഞ്ഞവരൊക്കെ വില്ലനിസം കൊണ്ടാണ് സിനിമയിൽ കത്തി നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിലേക്ക് എളുപ്പം കയറാനുള്ളൊരു വഴി. അതുമാത്രമല്ല, എങ്കിൽ മാത്രമേ ഒരു ആക്ടറിൻ്റെ പവർ കാണിക്കാൻ പറ്റൂ. ഞാനൊരു പ്രണയകാലം എന്ന സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 10-30ഓളം പ്രണയ സിനിമ തന്നെ ആ സമയത്ത്, ഒരു കോളേജ് ബോയ് അതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ എനിക്ക് മലയാളത്തിൽ വന്നു. ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല. ഞാൻ വളരെ മനഃപൂർവ്വം മാറി നിൽക്കുകയും അതിനുശേഷമാണ് നെക്സ്റ്റ് സിനിമ അഞ്ചാതെ. ഒരിക്കലും ഞെട്ടിപ്പോയി. എൻ്റെ ആ ഒരു വേനൽപ്പഴുന്ന സോങ് പല ചെറുപ്പക്കാർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ വെച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അഞ്ചാതെ ഞങ്ങൾ തമിഴ് പോയി കണ്ടിട്ട് അതിലൊരു രൂപകണി പേടിച്ചു പോയി. ഞങ്ങൾക്ക് കാണാൻ പോലും തോന്നിയില്ല, ഇങ്ങനൊരു മുകളിൽ ഒരാളല്ലല്ലോ ആ സിനിമ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിരുന്നു. സോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കെ വി ആനന്ദിൻ്റെ കോലേക്ക് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അഞ്ചാതെ എന്നുള്ള സിനിമയിലെ എൻ്റെ ഒരു ഭാവവും തുരുന്നൊരു റൊമാൻറ്റിക് കോമഡി സിനിമയിൽ അത് ത്രൂ ഔട്ട് കോമഡിയാണ്, വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ രണ്ട് ഭാവങ്ങളുള്ളതുകൊണ്ടാണ് അദ്ദേഹം എന്നെ കോ എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. അതുപോലെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളെടുത്ത് പോയതിനു ശേഷമാണ് അദ്ദേഹം എന്നെ ഫിക്സ് ചെയ്യുന്നത്. അതെ അഞ്ചാതയിൽ എനിക്കൊരു 8ഓളം അവാർഡ് ലഭിച്ചു, ഇൻക്ലൂഡിങ് ഫിലിം ഫെയർ അവാർഡ്. തൊട്ട് പിന്നാലെ എനിക്ക് കോലും ഒരു ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. കോല് എനിക്ക് 18 അവാർഡ് ലഭിച്ചു. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ഓൾ ദിസ് റെക്കഗ്നൈസേഷൻസ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ അവാർഡുകൾ ലഭിക്കുമ്പോൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണം, ഒരുപാട് പവർഫുൾ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഈ പറഞ്ഞിട്ടുണ്ട്, പണ്ടും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ കമൽഹാസനും രജനീകാന്തും ഒക്കെ സിനിമകളിൽ, ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ധനുഷ് ഹിന്ദിയിൽ രാംചാന്ദ് സിനിമ ചെയ്ത് ഹിറ്റായി. വേറെ തമിഴിൽ അങ്ങനെ തമിഴിൽ നിന്ന് പോയി ഹിറ്റായിട്ട് സൂര്യ ചെയ്തെങ്കിൽ പോലും ആ സിനിമ അത്ര നന്നായി പോയില്ല. രക്തചേത ചെയ്താലും പോലും നന്നായി പോയില്ല. പക്ഷേ ധനുഷ് തമിഴിൽ പോയി ചെയ്തത് ഒരു തമിഴനായിട്ട് തന്നെയായിരുന്നു. പക്ഷേ ആ കാലത്ത് കമൽഹാസൻ സാറ് ഒരുപാട് സിനിമകൾ ഹിന്ദിക്കാരൻ, നോർത്ത് ഇന്ത്യൻ ആയിട്ട് തന്നെയാണ് അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ കളറും എല്ലാം സൂട്ടാവുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ രജനീകാന്തും ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് പല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത്.